അനന്തമായ വിശ്വത്തിന്റെ കോണിൽ യമരാജൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സിംഹാസനം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണമോ രത്നങ്ങളോ കൊണ്ടായിരുന്നില്ല. അത് സമ്പൂർണ്ണ നീതി എന്ന ഒറ്റ തൂണിൽമേലായിരുന്നു. അദ്ദേഹത്തിന്റെ സദസ്സിൽ ധനം, അധികാരം, പ്രശസ്തി ഇവയ്ക്കൊന്നും ഇരിപ്പിടമില്ലായിരുന്നു. അവിടെ സത്യവും കർമ്മവും മാത്രമാണ് സംസാരിച്ചിരുന്നത്. ഒരു നാൾ ഭൂമിയിൽ നിന്ന് രണ്ട് ആത്മാക്കൾ ഒരുമിച്ച് യമധർമ്മന്റെ മുന്നിലെത്തി. ഒന്നാമത്തെ ആത്മാവ് ഭൂമിയിൽ വലിയൊരു ധനികനായിരുന്നു. അദ്ദേഹത്തിന് വലിയ വീടുകൾ, ആഡംബര വാഹനങ്ങൾ, കീഴ് ജീവനക്കാർ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ സമ്പത്ത് സ്വാർത്ഥതയ്ക്കായി മാത്രം ഉപയോഗിച്ചു. പാവപ്പെട്ടവരെ കണ്ടില്ലെന്ന് നടിച്ചു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മടിച്ചു. എന്തിന്, തന്റെ തൊഴിലാളികൾക്ക് പോലും ന്യായമായ കൂലി നൽകാൻ മടിയുള്ളവനായിരുന്നു. മരണസമയത്ത് തന്റെ സ്വർണ്ണ ശേഖരവും വലിയ സ്വാധീനവും ഉപയോഗിച്ച് യമധർമ്മന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാം എന്ന് അയാൾ കരുതി. രണ്ടാമത്തെ ആത്മാവ് അതൊരു സാധാരണക്കാരനായിരുന്നു, ഒരു കർഷകൻ. അയാൾക്ക് വലിയ സമ്പത്തോ ബന്ധുബലമോ ഉണ്ടായിരുന്നില്ല. എങ്കിലും തന്റെ കൊച്ചു വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് എന്നും മറ്റുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. വിശക്കുന്നവന് ഒരു പിടി ധാന്യം, ദാഹിക്കുന്നവന് ഒരു കുമ്പിൾ ജലം. ആരെയും വേദനിപ്പിക്കാതെ ധർമ്മം മുറുകെ പിടിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് അയാൾ ജീവിച്ചത്. യമരാജൻ തന്റെ വിശ്വസ്തനായ ചിത്രഗുപ്തനോട് കണക്കുകൾ ആവശ്യപ്പെട്ടു. ധനികന്റെ ജീവചരിത്രം വായിച്ചു തീർന്നപ്പോൾ ചിത്രഗുപ്തന്റെ മുഖത്ത് ദുഃഖം നിഴലിച്ചു. അയാൾ ചെയ്ത തെറ്റുകളും അഹങ്കാരവും സ്വാർത്ഥതയും ആ താളുകളിൽ നിറഞ്ഞു നിന്നു. നിന്റെ സമ്പത്തോ നിന്റെ അധികാരമോ ഇവിടെ ഒരു അളവുകോലല്ല, യമധർമ്മൻ ധനികനോട് ശാന്തമായി പറഞ്ഞു. നീ ജീവിച്ച കാലത്ത് നിനക്ക് ലഭിച്ച സൗകര്യങ്ങൾ ഉപയോഗിച്ച് എത്ര പേരുടെ ദുരിതമകറ്റി. നീ ചെയ്ത ധർമ്മം എത്ര. നിന്റെ കർമ്മങ്ങൾ നിനക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. അയാളുടെ മുഖം ഭയം കൊണ്ട് വിളറി. പിന്നീട് കർഷകന്റെ ഊഴമായി. ചിത്രഗുപ്തൻ വായിച്ച ഓരോ വാക്കും നന്മയുടെയും കരുണയുടെയും പ്രകാശമായിരുന്നു. ചെറിയ കാര്യങ്ങളിലൂടെ അയാൾ ചെയ്ത വലിയ പുണ്യങ്ങളെക്കുറിച്ച് യമധർമ്മൻ കേട്ടു. നിനക്ക് ഭൂമിയിൽ ധനം കുറവായിരുന്നു, എങ്കിലും നീ നിന്റെ മനസ്സുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. യമരാജൻ കർഷകനെ നോക്കി പുഞ്ചിരിച്ചു. നിന്റെ കൈകൾ തളർന്നുവെങ്കിലും നിന്റെ ഹൃദയം തളർന്നിരുന്നില്ല. നീ ധർമ്മം മുറുകെ പിടിച്ച് ജീവിച്ചു. നിനക്ക് മരണത്തെ ഭയമില്ല, കാരണം നീ ചെയ്തതൊന്നും തെറ്റല്ലായിരുന്നു. തുടർന്ന് യമരാജൻ വിധി പ്രസ്താവിച്ചു. ധനികന് കർമ്മഫലം അനുസരിച്ചുള്ള ശിക്ഷയും കർഷകന് ഉചിതമായ മോക്ഷവും ലഭിച്ചു. അവിടെ യമധർമ്മന്റെ സിംഹാസനത്തിൽ നീതിയും ധർമ്മവും മാത്രമാണ് വിജയിച്ചത്. ഈ കഥ നൽകുന്ന സന്ദേശം, യമരാജൻ എന്നത് കേവലം മരണത്തിന്റെ ദേവനല്ല, മറിച്ച് ശരിയായ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുരുനാഥനാണ്. നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മുടെ ധനമോ സ്ഥാനമാനങ്ങളോ നമ്മളോടൊപ്പം വരുന്നില്ല. പകരം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ, അതായത് ധർമ്മം മാത്രമാണ് വിധി നിർണയിക്കുന്നത്. അതുകൊണ്ട് ധർമ്മത്തോടെ ജീവിക്കുക. എങ്കിൽ മരണത്തെ ഒരു കാലത്തും ഭയപ്പെടേണ്ടി വരില്ല. കാരണം നിങ്ങൾ യമരാജന്റെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ അർഹരാകും. ഹർ ഹർ മഹാദേവ്.